ഹായ്, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഈ ജാമിതീയ രൂപത്തിന്റെ ഏരിയ നമുക്ക് കണ്ടെത്തണം. ഈ ജോമെട്രിക് ഷേപ്പിന്റെ ഏരിയ നമ്മൾ കാണാൻ പോവുകയാണ്. ഈ ഏരിയ കാണണമെങ്കിൽ, ഈ ജോമെട്രിക് ഷേപ്പിന്റെ ഏരിയ കാണണമെങ്കിൽ നമ്മൾ രണ്ട് പാർട്ടായിട്ട് ആണ് നമ്മൾ ഏരിയ കാണുന്നത്. ആദ്യം ഇതൊരു റെക്ടാങ്കിൾ ആണ്. ചതുരം 35 സെന്റിമീറ്റർ ലെങ്ത്തും 20 സെന്റിമീറ്റർ ബ്രെഡ്ത്തുമുള്ള ഈ റെക്ടാങ്കിൾ. നീളം 35 സെന്റിമീറ്റർ, വീതി 20 സെന്റിമീറ്റർ. അതിന്റെ ഏരിയ നമ്മൾ ആദ്യം കണ്ടെത്തുന്നു. അതിനുശേഷം അതിനുള്ളിലുള്ള സർക്കിൾ, ഈ സർക്കിള് ഈ രണ്ട് സൈഡിലും ടച്ച് ചെയ്തിട്ടുള്ള സർക്കിളാണ്. ആ സർക്കിളിന്റെ ഏരിയ നമ്മൾ കാണുന്നു. നമുക്ക് കണ്ടെത്തേണ്ടത് ഈ ഷെയ്ഡ് ചെയ്ത ഭാഗത്തിന്റെ ഏരിയ കണ്ടെത്തേണ്ടത്. അപ്പൊ ആദ്യം നമ്മൾ ഈ റെക്ടാങ്കിളിന്റെ ഏരിയ കാണുന്നു. രണ്ടാമത് ഈ സർക്കിളിന്റെ ഏരിയ കാണുന്നു. റെക്ടാങ്കിളിന്റെ ഏരിയയിൽ നിന്ന് സർക്കിളിന്റെ ഏരിയ കുറച്ചു കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള ഈ ഷെയ്ഡ് ചെയ്ത ഭാഗത്തിന്റെ ഏരിയ മാത്രമായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ആദ്യം ഈ റെക്ടാങ്കിളിന്റെ ഏരിയ കാണും. ചതുരത്തിന്റെ ഏരിയ കാണുന്നുള്ള ഫോർമുല ഏരിയ ഓഫ് റെക്ടാങ്കിൾ, അതായത് n ഇൻറ്റു പി, ബ്രെഡ്ത്ത്, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ലെങ്ത് നമുക്ക് 35 സെന്റിമീറ്റർ ആണ്. ബ്രെഡ്ത്ത്, വീതി 20 സെന്റിമീറ്റർ ആണ്. അപ്പൊ നമുക്ക് 700 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ റെക്ടാങ്കിളുടെ ഏരിയ ഓഫ് റെക്ടാങ്കിൾ. അടുത്തത് നമ്മൾ ഈ സർക്കിളിന്റെ ഏരിയ കണ്ടെത്തണം. സർക്കിളിന്റെ ഏരിയ കണ്ടെത്താൻ നമുക്ക് അതിന്റെ റേഡിയസ് അറിയണം. റേഡിയസ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവും. ഈ സർക്കിള് ഈ രണ്ട് സൈഡിലും ടച്ച് ചെയ്തിട്ടുള്ള സർക്കിൾ ആയതുകൊണ്ട് ഈ റെക്ടാങ്കിളിന്റെ വീതി 20 സെന്റിമീറ്റർ ആണ്. അപ്പോൾ ഈ സെന്ററിൽ നിന്ന് ഇങ്ങോട്ട് ഇവിടെ വരെയുള്ള ദൂരം എത്രയാണ്? 10 സെന്റിമീറ്റർ ആയിരിക്കും. അതാണല്ലോ സർക്കിളിന്റെ റേഡിയസ്. അപ്പൊ നമുക്ക് സർക്കിളിന്റെ റേഡിയസ് കിട്ടി. നമുക്ക് സർക്കിളിന്റെ റേഡിയസ് കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ഏരിയ കാണാനുള്ള ഫോർമുല പൈ ആർ സ്ക്വയർ. ഏരിയ ഓഫ് സർക്കിൾ ഈക്വൽ ടു പൈ ആർ സ്ക്വയർ. ഇവിടെ ആർ റേഡിയസ് 10 സെന്റിമീറ്റർ ആണ്. പൈയുടെ വാല്യൂ 3.14 ആണ്. ഇൻറ്റു റേഡിയസ് 10 സ്ക്വയർ, ദാറ്റ് ഈസ് ഈക്വൽ ടു 3.14 ഇൻറ്റു 100, ദാറ്റ് ഈസ് ഈക്വൽ ടു 314 സെന്റിമീറ്റർ സ്ക്വയർ. അപ്പോ ഏരിയ ഓഫ് സർക്കിൾ 340 സെന്റിമീറ്റർ സ്ക്വയർ. നമുക്ക് അങ്ങനെയാണെങ്കിൽ ഈ ഷെയ്ഡഡ് പാർട്ടിന്റെ ഏരിയ കണ്ടുപിടിക്കാനായിട്ട് റെക്ടാങ്കിളുടെ ഏരിയ മൈനസ് ഈ സർക്കിളിന്റെ ഏരിയ, അതായത് ഏരിയ ഓഫ് ഷെയ്ഡഡ് പാർട്ട് ഈക്വൽ ടു ഏരിയ ഓഫ് rectangle minus area of circle. നമുക്ക് റെക്ടാങ്കിളുടെ ഏരിയ 700 സെന്റിമീറ്റർ സ്ക്വയർ മൈനസ് സർക്കിളിന്റെ ഏരിയ 314 സെന്റിമീറ്റർ സ്ക്വയർ, ദാറ്റ്സ് ഈക്വൽ ടു 386 സെന്റിമീറ്റർ സ്ക്വയർ. 386 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ഈ ഷെയ്ഡഡ് പാർട്ടിന്റെ ഏരിയ. നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിച്ചതെന്ന് മനസ്സിലായല്ലോ. ആദ്യം ഈ റെക്ടാങ്കിളുടെ ഏരിയ നമ്മൾ തന്നിട്ടുള്ള വാല്യൂ വെച്ചിട്ട് കണ്ടെത്തുന്നു. അതിന് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. നമുക്ക് വാല്യൂ 700 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടി. സർക്കിളിന്റെ ഏരിയ
നമ്മൾ റേഡിയസ് 10 സെന്റിമീറ്റർ ആണെന്ന് മനസ്സിലാക്കി പൈ ആർ സ്ക്വയർ ഫോർമുല യൂസ് ചെയ്തിട്ട് സർക്കിളിന്റെ ഏരിയ കിട്ടുന്നു 340 സെന്റിമീറ്റർ സ്ക്വയർ. ഈ റെക്ടാങ്കിളിന്റെ ഏരിയയിൽ നിന്ന് സർക്കിളിന്റെ ഏരിയ കുറച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഷെയ്ഡഡ് പാർട്ടിന്റെ മാത്രം ഏരിയ നമുക്ക് കിട്ടും. അങ്ങനെയാണ് നമുക്ക് 386 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടിയത്. ഓക്കെ, മനസ്സിലായല്ലോ? താങ്ക് യു.